നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. വിലയിടിഞ്ഞപ്പോൾ ഈ ഓഹരി മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങി. ജൂലൈയിൽ സൊമാറ്റോയുടെ ഓഹരികൾ കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനായി മുന്നോട്ട് വന്നു. മികച്ച മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ജൂലൈയിൽ സൊമാറ്റോ വാങ്ങുകയാണ് ചെയ്തത്. എക്കാലത്തെയും താഴ്ന്ന വിലയിലേക്ക് സൊമാറ്റോ ഇടിഞ്ഞപ്പോൾ ഫണ്ട് മാനേജർമാർ അത് നിക്ഷേപാവസരമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. നിപ്പോൺ മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത്. ജൂലൈയിൽ നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് സൊമാറ്റോയുടെ 7 കോടി ഓഹരികൾ വാങ്ങി. സൊമാറ്റോ സ്മോൾ ക്യാപ് ഫണ്ട്, റിട്ടയർമെൻറ്റ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട്, ഗ്രോത്ത് ഫണ്ട്, ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, ഇന്ത്യ വാല്യൂ ഫണ്ട് തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽപ്പെടുന്ന ഫണ്ടുകളുടെ മാനേജർമാരാണ് പ്രധാനമായും സൊമാറ്റോ വാങ്ങിയത്. ഫണ്ട് മാനേജർമാരുടെ തീരുമാനം ശരിവെച്ചുകൊണ്ട് സൊമാറ്റോയുടെ ഓഹരി ജൂലൈ 26 രേഖപ്പെടുത്തിയ എക്കാലത്തെയും താഴ്ന്ന വിലയായ 41 രൂപയിൽ നിന്നും 50% ഉയർന്നത്. അതേസമയം കഴിഞ്ഞ വർഷത്തെ ഉയർന്ന വിലയിൽ നിന്നും 60% താഴെയാണ് ഈ ഓഹരി ഇപ്പോഴും വ്യാപാരം ചെയ്യുന്നത്. ജൂലൈയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയായ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ സൊമാറ്റോയുടെ 2.54 ലക്ഷം കോടി ഓഹരികളാണ് വാങ്ങിയത്. മോത്തിലാൽ ഒസ്വാൽ AMC 1.3 കോടി ഓഹരികളും HDFC മ്യൂച്വൽ ഫണ്ട് 99 ലക്ഷം ഓഹരികളും UTI മ്യൂച്വൽ ഫണ്ട് 38 ലക്ഷം ഓഹരികളും വാങ്ങി. നിഫ്റ്റി 17,900 മുകളിൽ. ഓഹരി വിപണിയിലെ മുന്നേറ്റം തുടരുന്നു. നിഫ്റ്റി ഇന്ന് 17,900 പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 119 പോയിന്റ് നേട്ടത്തോടെ 17,944-ലും സെൻസെക്സ് 417 പോയിന്റ് ഉയർന്ന് 60,260-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,941 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,401 ഓഹരികളിൽ ഇടിവ് നേരിട്ടു. 119 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിൻസർവ്, ഹീറോ മോട്ടോഴ്സ്, HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, ഭാരതി എയർടെൽ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അപ്പോളോ ഹോസ്പിറ്റൽസ്, ടാറ്റ മോട്ടോഴ്സ്, സിപ്ല, അൾട്രാടെക് സിമെന്റ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഓട്ടോ ഒഴികെ എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി PSU ബാങ്ക് സൂചിക 2%, IT സൂചിക 1% നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.